സോഷ്യൽ മീഡിയ കീഴടക്കാനായിട്ട് മറ്റൊരു രേണു സുധി കണ്ടന്റ് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കാൻ പോകുന്ന 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് ഒരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1,00,000-ഓളം പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത്. ആ ഒരു വീഡിയോയിൽ കമന്റുകളായിട്ട് ഒരു 250-ലേറെ കമന്റ്സും വന്നിട്ടുണ്ട്. അതിനകത്ത് 150-ന് മുകളിൽ വരുന്ന കമന്റ്സും രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കുകയാണെങ്കിൽ ഷോ കാണില്ല, രേണുവിനെ ഒരിക്കലും കൊണ്ടുവരരുത്, ബിഗ് ബോസ് ഒഴിവാക്കണം, അത്തരത്തിലുള്ള കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു സുധിക്ക് ബിഗ് ബോസിൽ പോകാനായിട്ട് ഒരുപാടധികം താല്പര്യമുണ്ട്. രേണു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ രേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബിഗ് ബോസിൽ നിന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും പോകും, എനിക്ക് ഇഷ്ടമുള്ളൊരു ഷോ ആണെന്ന്. പക്ഷേ രേണു സുധിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രേണു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണ്. അത് 100% ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ രേണു സുധിക്ക് ബിഗ് ബോസിൽ പോകാനായിട്ട് ചെറിയൊരു പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. രേണു നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് KHDC സംഘടനയുടെ ഉടമസ്ഥനായിട്ടുള്ള ഫിറോസ് രേണു സുധിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന KHDC സംഘടനയാണ് സുധിലയം എന്ന് പറയുന്ന ഒരു വീട് ഈ പറയുന്ന രേണു സുധിക്കും മക്കൾക്കും താമസിക്കാനായിട്ട് സമ്മാനിച്ചത്. ഈ പറയുന്ന KHDC സംഘടനയാണ്. അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഫിറോസ് ആണ്. ഈ പറയുന്ന സുധിച്ചേട്ടന്റെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ സുധി, അതായത് കിച്ചുവിന്റെ പേരിലും ഇളയ മകനായിട്ടുള്ള ഋതുൽ, അതായത് ഋത്തപ്പന്റെ പേരിലുമാണ് ഈ ഒരു വീട് സമ്മാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് പക്ഷേ രേണുവും ഫാമിലിയുമാണ്. കിച്ചു ആ ഒരു വീട്ടിൽ താമസിക്കുന്നില്ല. അതിനെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസിന്റെ രൂപത്തിൽ കണ്ടു കാണും. അപ്പോൾ അതിനുശേഷം ഈ ഒരു വീട് ചോരുന്നുണ്ട്, ഈ ഒരു വീട് ഒരു മോശം വീടാണ്, ഇതിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം വരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല വീഡിയോസും രേണു സുധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീടുണ്ടാക്കി തന്ന ആളെ തന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് രേണു സുധിയും രേണു സുധിയുടെ അച്ഛനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ മാനനഷ്ടത്തിന് ഇപ്പൊ കേസ് കൊടുക്കാൻ പോവുകയാണ് ഈ പറയുന്ന KHDC സംഘടനയുടെ ഉടമസ്ഥനായിട്ടുള്ള ഫിറോസ്. അദ്ദേഹം 1 കോടി രൂപ മാനനഷ്ടത്തിന് വേണ്ടി ചോദിച്ചിട്ടാണ് ഈ പറയുന്ന കേസ് ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത്. 1 കോടി രൂപ ചോദിച്ചൊരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 കോടിയുടെ 10%, അതായത് 10 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ട് വേണം 1 കോടി രൂപ ആവശ്യപ്പെടാനായിട്ട്. അത്തരത്തിൽ ഫിറോസ് 10 ലക്ഷം രൂപ കെട്ടിവെച്ചുകൊണ്ട് രേണു സുധിക്കെതിരെ 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ലീഗലി രേണു സുധിക്ക് ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ ബിഗ് ബോസ് സീസൺ 7 രേണു സുധിയുടെ എൻട്രി അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെടും. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകുമെന്ന് നമുക്ക് 100% ഉറപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരിട്ട് അന്വേഷിച്ച സമയത്ത് KHDC സംഘടനയും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അത് ബിഗ് ബോസിന് മുന്നായിട്ട് ഈ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേണു സുധിക്ക് ബിഗ് ബോസ് സീസൺ 7 പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. അതിപ്പോ 100% കൺഫേം ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പൊ രേണു സുധി നിൽക്കുന്നത്. എങ്കിൽ പോലും തന്റെ ആ ഒരു സെലക്ഷൻ ബിഗ് ബോസ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തന്നെ ഈ പറയുന്ന KHDC സംഘടന വീട് ഉണ്ടാക്കി കൊടുത്തതിൽ ചോർച്ചയുണ്ട്, വീടിനകത്തേക്ക് വെള്ളം വരുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്ന സമയത്ത് KHDC സംഘടനയുടെ ആളുകൾ തന്നെ പോയിട്ട് ആ ഒരു വീടിന് ആ ഒരു ചോർച്ചയെന്നല്ല, അത് ആ ഒരു വീടിന്റെ ഇന്റീരിയർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അത് രേണു സുധിയുടെ താല്പര്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു ഇന്റീരിയർ അത്തരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെയൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുധിലയം എന്ന് പറയുന്ന വീടിനോടൊപ്പം തന്നെ അവിടെ വെച്ചിരിക്കുന്ന ബോർഡിൽ KHDC സംഘടന എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ബോർഡ് മാറ്റിയിട്ട് ജസ്റ്റ് സുധിലയം എന്ന് പറയുന്ന ബോർഡും ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഫിറോസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ അവർ പങ്കുവെക്കുന്നതായിരിക്കും. അത് മാറ്റാനൊക്കെ ചെന്ന സമയത്തും ഈ പറയുന്ന രേണു സുധിയുടെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ആ ഒരു വീട്ടിൽ പിന്നെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KHDC സംഘടന കൊടുത്ത വീടായതുകൊണ്ട് തന്നെ അവരോട് സമ്മതം എടുത്തുകൊണ്ട് അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചെന്ന യൂട്യൂബേഴ്സിനോടും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വ്യക്തികളോടും രേണു സുധി പണം ആവശ്യപ്പെട്ടു. വീട് ഷൂട്ട് ചെയ്യാനായിട്ട് 5,000 തൊട്ട് 10,000 രൂപ വരെ ഓരോ വ്യക്തികളിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന രേണു സുധി വീട് സൂക്ഷിക്കുന്നതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസിന്റെ അവിടെ ആ ഒരു വീട് ശരിയാക്കാൻ പോയിട്ടുള്ള ആ ഒരു പണിക്കാർ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്ത സമയത്ത് ആ വീട് കിടക്കുന്ന കോലം ഒന്ന് കാണണം. അത്രയും മോശമായിട്ടാണ് ഈ പറയുന്ന രേണു സുധി ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അതുപോലെ തന്നെ നമ്മുടെ വീണ എസ് പിള്ളൈ, നമ്മുടെ രേണു സുധിയെ കെട്ടുന്നതിന് മുമ്പ് ഈ പറയുന്ന സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന വീണ എസ് പിള്ളയുടെ കുറച്ച് വീഡിയോസും നിങ്ങൾ കണ്ടു കാണും.
അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വീണ എസ് പിള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന രേണു സുധി ആയിട്ട് ഈ പറയുന്ന രേഷ്മ തങ്കച്ചൻ രേണു സുധി ആയിട്ട് മാറിയതെന്ന്. ഈ പറയുന്ന സുധിച്ചേട്ടനായിട്ട് രേണു ചാറ്റ് ചെയ്യുകയും അവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വീണ എസ് പിള്ളയെ പൊക്കുകയും അതിനോടൊപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ചാറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കേസ് മനസ്സിലായിട്ട് ലീഗലി മൂവ് ചെയ്ത് ഈ പറയുന്ന സുധിച്ചേട്ടനും വീണയും തമ്മിലുള്ള ബന്ധം ഡിവോഴ്സ് ചെയ്യായിരുന്നു, ഇവരുടെ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. അതിൽ പിന്നെയാണ് ഈ പറയുന്ന രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി രേണു സുധിയായിട്ട് മാറിയിട്ടുള്ളതും. അതിനുശേഷം ഒരുപാട് വീഡിയോസിലും അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് രേണു സുധി ഈ പറയുന്ന സുധിച്ചേട്ടന് ഈ പറയുന്ന വീണ എസ് പിള്ള എന്ന് പറഞ്ഞൊരു ഭാര്യയില്ല, രേണു സുധിയാണ് സുധിച്ചേട്ടന്റെ രണ്ടാം ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോസും കണ്ടു കാണും. അതിനുശേഷം വീണയോട് സംസാരിച്ചതും വീണയ്ക്ക് പുറത്തുവിടാനുള്ള ചില എവിഡൻസും ഒരു ഇന്റർവ്യൂ ഒക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഈ കണ്ട സത്യങ്ങളെല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയക്കാരും എല്ലാവരും ഈ പറയുന്ന രേണു സുധി വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള എല്ലാവരും അറിഞ്ഞതും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 രേണു സുധിയെ പങ്കെടുപ്പിക്കരുതെന്ന് ഇപ്പോൾ ഒരുപാട് പേര് ശക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു കൃത്യമായ ഒരു റീസൺ ഇല്ലാതെ ഒരിക്കലും രേണു സുധിയുടെ സെലക്ഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. അത് നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ഫിറോസ് പറയുന്നത് പോലെ 1 കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗലി രേണു സുധിക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ എൻട്രി നഷ്ടമാവുകയാണെങ്കിൽ മാത്രമായിരിക്കും രേണു സുധിയുടെ ബിഗ് ബോസ് എന്ന സ്വപ്നം സബലീകരിക്കാൻ പറ്റാതെ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു കേസ് എവിടെ ചെന്നാണ് നിൽക്കുന്നതെന്ന്. നിങ്ങൾ കണ്ടു കാണും ഈ പറയുന്ന വീണ എസ് പിള്ളയുടെ വീഡിയോസും ഈ പറയുന്ന ഫിറോസിനെ ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മറ്റു ചില വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്